പൊതുവെ നമ്മൾക്ക് പറയാറുണ്ട് ഈ ഗവൺമെന്റിന്റെ ഭരണ സംവിധാനങ്ങളൊന്നും ചെറുപ്പക്കാർക്ക് അറിയില്ല, ചെറുപ്പക്കാർ അതിലൊന്നും ബോധേഡല്ല, അത്തരം കാര്യങ്ങൾ അല്ല. എന്നാൽ ഈ പറയുന്ന ചെറുപ്പക്കാർ തന്നെയാണ്, യുവതലമുറയാണ് പ്രധാനമായും കേരളത്തിൽ അഴിമതിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലാണ് കൂടുതൽ നടക്കുന്നത്, കേരളത്തിലെ ഭരണ സംവിധാനം ഒന്നും ശരിയല്ല എന്ന് കുറ്റം പറയുന്നതും ഇവരാണെന്നുള്ള ഒരു എന്താ പറയാ, ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒപ്പീനിയൻ പൊതുവെ കേൾക്കാറുണ്ട്. അതില് എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല. ഇതെന്തെങ്കിലും ഏതെങ്കിലും ഒരു ബ്യൂറോക്രസിയിലൂടെ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിലൂടെ ഇവർ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തും ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു എന്താണ് എന്താ ഒരു സോഫയിൽ ഇരുന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് അത് സ്വന്തമായി അനുഭവിച്ചറിഞ്ഞിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് നടത്താൻ എന്നുള്ള ഒരു പോളിസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറപ്ഷൻ നമുക്ക് ശരിക്കും ഇപ്പോൾ മേ ബി ഞാനിപ്പോൾ ഒരു ബിസിനസ് ആളാണ്, ബിസിനസ്സുകാരിയാണ്, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ വല്ല ക്യാൻറ്റീൻ ഇടണം എന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ അവിടെ എനിക്ക് എന്താണ് കുറച്ച് കൈമണി കൊടുത്ത് പ്രീതിപ്പെടുത്തേണ്ട ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. എനിക്കൊരു ടെൻഡറിൽ സാധാരണ പ്രോസസ്സ് വഴി എനിക്കൊരു ടെൻഡർ ജയിച്ച് എനിക്ക് അവിടെ ക്യാൻറ്റീൻ ഇടാൻ പറ്റിയെന്ന് വരില്ല. അതൊരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന ഒരു ശീലം അല്ലേ, എന്താണ് നടയിൽ നടക്കി വെക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ പൊതുവെ കാണാറുള്ളത്, ഇത്ര ഉദ്യോഗസ്ഥര് ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു സന്തോഷാർത്ഥം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു തുക എടുത്ത് കൊടുക്കുന്ന ഒരു രീതിയും കാണാറുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നിർബന്ധിച്ച് കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു രീതി. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ ദേവസ്വത്തിന്റെ സ്ഥിരമായ ഒരു വരുമാനമുള്ള പോറ്റികൾക്ക് പോലും നമ്മൾ ദക്ഷിണ കൊടുക്കും. പോറ്റികൾക്ക് നമ്മൾ ദക്ഷിണ കൊടുത്ത് പോറ്റികൾ കൈനീട്ടിയത് വാങ്ങിക്കുന്നെങ്കിൽ അത് കറപ്ഷൻ അല്ലേ? അപ്പോൾ ഓരോ മേഖലയിലും നമ്മൾ തന്നെ എൻകറേജ് ചെയ്യുന്ന കുറേ അധികം ട്രീറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു ബ്രാഹ്മണന് ദാനം കൊടുത്താൽ നമുക്ക് പുണ്യം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ മാത്രം, നമുക്ക് നല്ലതിന് മാത്രം എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ ഒരു വിരോധമില്ല. എന്നാൽ മാറി നിന്ന് പറയുകയും ചെയ്യും, ഭയങ്കര കറപ്ഷനാണ്, ഭയങ്കര കൈക്കൂലി. അവിടെ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ അത് കറപ്ഷൻ ആകുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം അത് ഫേവറായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ശരിക്കും ചോദ്യം ചെയ്യേണ്ടതും മാറ്റം വരുത്തേണ്ടത്. അതെ, നിങ്ങൾ കൊടുക്കുമോ, നിങ്ങൾ ഈ അവസ്ഥയിലായിരുന്നെങ്കിൽ എന്നുള്ളത് വെച്ച്. അതെ. ഏതായാലും നമുക്ക് മറ്റൊരു സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ്ഷയിലേക്ക് സ്വാഗതം. ഫെങ്ഷയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. ഒരു കത്താണ്. സാർ, ഞാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്നും നിതിൻ. 7 ഏക്കറിലുള്ളൊരു വീടാണ് എൻ്റേത്. 3 വർഷം മുന്നേ എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് പഴയ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഏറെ വൈകാതെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും കിടപ്പിലായി. മാത്രമല്ല വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളില്ല. ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ വീടിൻ്റെ പ്ലാൻ ഇതോടൊപ്പം വെക്കുന്നു. വീടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഉണ്ടെങ്കിൽ സാർ വന്നൊന്ന് കറക്റ്റ് ചെയ്തു തരാമോ? മറുപടി പ്രതീക്ഷിക്കുന്നു. 7 ഏക്കർ സ്ഥലത്തിനകത്തൊരു വീടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷം മുമ്പ് വീട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. പല ഇതിലും നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഒരു വീട്, നമ്മൾ പഴയ വീട്, അതായത് 80 കാലഘട്ടങ്ങളിൽ ബാക്കിലോട്ട് വെച്ചിട്ടുള്ള വീടൊക്കെ പഴയതുപോലെ വാസ്തു നോക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പഴയ 4 കെട്ട് കാര്യങ്ങളൊക്കെ പ്യുവറായിട്ടുള്ള വാസ്തുവാണ്. കാരണം അതിനകത്ത് ചെറിയ റൂമുകളായിരിക്കും, അതിനകത്ത് പത്തായപ്പുര ഉണ്ടാവും, ഇങ്ങനെയുള്ള പല ഐറ്റങ്ങളും പഴയ കുടുംബങ്ങളിലുള്ള ഇത്. പക്ഷെ പിൽക്കാലത്ത് നമുക്ക് അവിടെ ചെന്ന് കിടക്കുവാനും മറ്റുള്ള സൗകര്യങ്ങൾ കുറവ്, വയസ്സായി ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ പുറത്ത് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും ചെറിയൊരു റൂമിന് അതൊരു ടോയ്ലറ്റാക്കി മാറ്റും. അപ്പോൾ അതിനൊരു റീകറക്ഷൻ അവിടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, വീടിൻ്റെ വാസ്തു മാറിക്കിട്ടും. ഇതിപ്പം പറഞ്ഞിട്ടുള്ളത് അതാണ്. പഴയ ഒരു വീടാണ്, ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള വീടല്ലേ, അതാണ് പറഞ്ഞിട്ട് പഴയൊരു വീട്. ആ വീടിൻ്റെ പുള്ളിയുടെ കല്യാണത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു എക്സ്റ്റൻഷൻ, അതായത് തെക്ക് ഭാഗത്തോട്ടാണ് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുള്ളത്. തെക്കോട്ടൊരു എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. 2 ബെഡ്റൂമോ മറ്റൊക്കെ പ്ലാനിൽ, അതാണ് റീ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭാഗം തെക്ക് ഭാഗമാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് വീടിൽ നമ്മൾ എക്സ്റ്റൻഷൻ, അത് പഴയ വാസ്തു പ്രകാരം സൂട്ടബിളായിട്ടുള്ള വീടിൽ നമ്മൾ എക്സ്റ്റൻഷൻ നടത്തുമ്പോൾ
അതിന് കറക്റ്റായിട്ടുള്ള അളവ് വേണം. ഇപ്പം യൗവനാവസ്ഥയിലുള്ളൊരു വീടാണ് നമ്മൾ നേരത്തെ വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ യൗവനാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ നടത്താം. ചിലപ്പോൾ 12 മീറ്റർ നീളം, 12 മീറ്റർ വീതി അല്ലെങ്കിൽ 11 മീറ്റർ വീതിയുള്ള ഒരു വീട് നമുക്ക് യൗവനത്തിലാണ് കിട്ടുകയാണെങ്കിൽ അത് 12 മീറ്റർ തന്നെ 18 മീറ്റർ ഉള്ള ഇതും യൗവനാവസ്ഥയിൽ നമുക്ക് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുമ്പം അറിയാൻ പറ്റും. നമ്മൾ അത്രയും കൂടെ ആ വീട് ഇത്രത്തോളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആ അളവനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വീട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വീടിന് സെപ്പറേറ്റ് നമ്മളൊരു റൂമോ കാര്യങ്ങളോ ഒക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച്, പ്രത്യേകിച്ച് പഴയ വീടുകളിൽ വാസ്തുപ്രകാരം 100% സൂട്ടബിളായിട്ട് വെച്ചിട്ടുള്ള വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സ്റ്റൻഷൻ നടത്തുമ്പോൾ കറക്റ്റായിട്ട് അളവ് എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ വീട് വച്ചതിന് ശേഷം അച്ഛനും അമ്മയും കിടപ്പിലായി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അച്ഛൻ മരണപ്പെട്ടു അല്ലേ? അച്ഛൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചുകൂടെ ആ വീടിൻ്റെ പ്രോബ്ലം ആണെന്നുള്ള കാര്യം? ആ വീട്ടിൽ ആ വ്യക്തി അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് അദ്ദേഹത്തിന് കുട്ടികളും ഉണ്ടായിട്ടില്ല. ആ വീടിൻ്റെ പ്ലാന് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ വീടിൻ്റെ ഡയറക്ഷൻ നോർത്താണ്. കിഴക്ക് ഭാഗവും നമ്മൾ ഷാർപ്പായിട്ടുള്ള ഈസ്റ്റ് ഡയറക്ഷനും അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതൊന്നും ഈ വീട്ടിലില്ല കറക്റ്റായിട്ടുള്ള. അതായത് ഈ വീടിൻ്റെ ഷേപ്പ് പഴയത് എൽ ഷേപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. ഇതൊരുമാതിരി ചക്രം പോലെ ഇരിക്കുന്നൊരു വീടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കാരണം ഇടയ്ക്കുള്ള പോർഷൻസൊക്കെ ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വീട്ടിൽ കാണുന്നത്. മാത്രമല്ല കിഴക്ക് ഭാഗത്ത് 2 ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഈ 2 കിഴക്ക് ടോയ്ലറ്റ് വന്നാലേ വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖം ഉറപ്പാണ്. അതേപോലെ 2 ടോയ്ലറ്റാണ് കിഴക്ക് വന്നിട്ടുള്ളത്. ആ കിഴക്ക് വന്ന ടോയ്ലറ്റിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ 8 അടി വീതിക്ക് ഏകദേശം 10 അടിയോളം ഉള്ളിലോട്ടുള്ള ഒരു ഗ്യാപ്പ്, ഒരു ബ്ലാങ്ക് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ ആ എനർജിയൊക്കെ അവിടുന്ന് ലോസായി പോകാനുള്ള ചാൻസാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാലുടൻ ഒരു പൂജാമുറി അവിടെ കാണുന്നുണ്ട്. ശരിക്കും ഈശാന കോണാണ് പൂജാമുറിയുടെ ബെസ്റ്റ് സ്ഥലത്താണ് പൂജാമുറി വന്നിട്ടുള്ളത്. ആ പൂജാമുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലം ഒരു ഓഫീസ് റൂമാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ബെഡ്റൂം എഴുതിയിട്ടുണ്ട്, അനുജൻ്റെ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ അമ്മയുടെ ബെഡ്റൂം. ഇതെല്ലാം നോക്കിയിട്ട് വന്നപ്പോൾ അമ്മ ഇപ്പം കിടപ്പില്ല, അമ്മയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? പല എപ്പിസോഡിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ കിടക്കുന്ന ബെഡ്റൂം 2-5 കോമ്പിനേഷനാണ്. ഈ 3 വർഷം കൊണ്ടും അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡ്റൂം 2-5 ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഈ 2-5 കോമ്പിനേഷനിൽ കിടന്നാൽ എന്താ സ്ഥിതി? ആൾ തീരും. ആ ഒരു ഇതാ അവിടെ ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ മരണപ്പെട്ടു പോയി, അത് ഇതേ അവസ്ഥയാണ്. ആ ബെഡ്റൂം അമ്മയെങ്കിലും ആ ബെഡ്റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ബെഡ്റൂമിൽ റെമഡി ഇല്ല, അവിടുന്ന് മാറ്റിയേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അത് ഫെങ്ഷു മുഖേന 2-5 കോമ്പിനേഷനിലാണ് ഇപ്പോൾ അമ്മ കിടക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ റൂമിലോട്ട് മാറ്റണം. മാത്രമല്ല കിച്ചൺ ഇരിക്കുന്ന പൊസിഷനും 4-9 എന്നുള്ളൊരു കോമ്പിനേഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അതും ഒത്തിരി ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ടോയ്ലറ്റും വന്നിട്ടുണ്ട്. മൊത്തം 4 ടോയ്ലറ്റാണ് ഇതിൽ കാണുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗം കന്നിമൂല ഭാഗത്തും ടോയ്ലറ്റ് ഈ വീടിനകത്ത് കാണുന്നുണ്ട്. കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, സ്ത്രീകൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാവാം, കുട്ടികളില്ലാതിരിക്കാം, വിവാഹം നടക്കാതിരിക്കാം. ഇത് അനിയൻ്റെ വിവാഹം നടന്നിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? അതുപോലെ അനിയൻ്റെ വിവാഹം നടക്കാത്തൊരവസ്ഥ കാണുന്നുണ്ട്. ഇതൊക്കെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ആ ടോയ്ലറ്റ് വന്നതിൻ്റെ ദോഷമാണ്. ഇതിലിപ്പം നമുക്കിത് വന്ന് റീകറക്റ്റ് ചെയ്യുന്നതിന് ഒത്തിരി ഇതായിട്ട് നമുക്ക് റീകറക്റ്റ് ചെയ്ത് വീടിന് പിടിച്ചു നിരത്തോ കേടുപാടില്ലാതെ നമുക്ക് റീകറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് വാസ്തുപ്രകാരം, ഇന്ത്യൻ വാസ്തുപ്രകാരം വീടിൻ്റെ പ്രായത്തെ ആദ്യം മാറ്റിയെടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പൽചക്രം പോലെയാണ് വീടിൻ്റെ പൊസിഷൻ. ഇപ്പോൾ എനിക്ക് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഡബിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ വീട് കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം ആ വീട് യൗവനത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലോ മാറ്റിയെടുക്കുക. എന്നതിന് ശേഷം ഈ പറയുന്ന ടോയ്ലറ്റുകളിൽ ആ കിഴക്ക് ഭാഗത്തുള്ള 2 ടോയ്ലറ്റിനകത്തും ഫൈബ്രോയിഡിൻ്റെ വെൻസൈംസ് ആഡ് ചെയ്യണം.
അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് കന്നിമൂല ഭാഗം ഈ വീട്ടിലൊരു ടോയ്ലറ്റാണ് ഇപ്പം സ്ഥിതി ചെയ്യുന്നത്. അതിനിപ്പുറം ഒരു ചെറിയൊരു തള്ളൽ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, അതായത് എൽ ഷേപ്പിൽ അവിടെ കാണുന്നുണ്ട്. അതിനൊരു കോപ്പർ വയറോ അല്ലെങ്കിൽ നമ്മളൊരു ബേസ്മെൻറ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൻ്റെ ദോഷം നമുക്കവിടെ മാറ്റിയെടുക്കാൻ പറ്റും. ടോയ്ലറ്റ് നേരെ വെസ്റ്റിലോട്ട് മാറും. സൗത്ത് ഇവിടെ ഒരു റൂമാക്കി എടുത്താലും മതി. എൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ റൂമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ ദോഷം അവിടെ മാറിക്കിട്ടും. ഇത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇനിയെങ്കിലും നമ്മളൊരു വീട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പം ഇദ്ദേഹം ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തർ നമുക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്യണം, അതിനെന്താ നോക്കാനാ. പക്ഷേ ആ സമയത്ത് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഗ്രാജ്വലി ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങുന്നത്. ആ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചിലപ്പോൾ എണീച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരിക്കും ഉണ്ടാകുന്നത്. ഏറ്റവും ഒരു വീട് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ പല ഇതിലും ഞാൻ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട്ടിലെ ബെഡ്റൂമാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടുന്ന ആ ഭാഗത്തായിരിക്കണം നമ്മൾ വീട് എപ്പോഴും ക്രമീകരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇനിയെങ്കിലും പല ആൾക്കാരുടെയും ഒന്നും കൂടെ റിക്വസ്റ്റാണ്. കാരണം ഇങ്ങനെയുള്ള വീടുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അറിയാവുന്നുള്ളൊരു വാസ്തു വിദഗ്ധനെ വിളിച്ച് കാണിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് ചെയ്യരുത്. നമ്മളല്ലാതെ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ നമുക്കിതിൽ നിന്നുണ്ടാവും. ആ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾ ഇപ്പം മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 2 പേർക്കും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാവും. നോക്കട്ടെ, ഞാൻ വന്ന് ഈ വീട് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് നോക്കിയിട്ട് വിളിക്കുക. നേരിട്ട് കാണണമെന്നുള്ളവർ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാനുണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് നോക്കി കറക്റ്റ് ചെയ്യാം. നമസ്കാരം.